ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നോട്ടെ. അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത്. രണ്ടുപേരുടെയും, എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. അതെ, ഉത്തരം പറയില്ല. അത് 5 അല്ല 50 അല്ല 500 വർഷം കഴിഞ്ഞാലും മഞ്ജു വാര്യർ അതിനുത്തരം പറയില്ല. കാരണം അതിനുത്തരം അത്രമേൽ ഭീകരമാണ്. ഇത്രയും വലിയൊരു ദാമ്പത്യം, പ്രത്യേകിച്ച് മഞ്ജു വാര്യർ ദിലീപ് എന്ന് പറയുന്ന മലയാളം ഇൻഡസ്ട്രി തന്നെ കണ്ട് കൊതിച്ചിരുന്ന ഏറ്റവും വലിയ ദാമ്പത്യം പൊളിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? പല പല അഭ്യൂഹങ്ങൾ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ മഞ്ജുവിൻ്റെ വായിൽ നിന്നോ ദിലീപിൻ്റെ വായിൽ നിന്നോ ആ ഉത്തരം ആരും പ്രതീക്ഷിക്കേണ്ട, ആരും ആ ഉത്തരം നൽകുകയും ചെയ്യില്ല. പക്ഷെ അതിനുശേഷം ജീവിതം ഒരുപാട് മുന്നോട്ട് പോവുകയും ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇരുവർക്കും ഒരു മകൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്നേ വരെ വിവാഹം എന്നത് വാക്കിനെ കുറിച്ച് പോലും ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ ഇനി വിവാഹിതയാവുകയുമില്ല. കാരണം അത്രമാത്രം ഭീകരമായിരുന്നു തൻ്റെ വിവാഹ ജീവിതമെന്ന് മഞ്ജു ഓർത്തെടുക്കുന്നുണ്ട്. ഇനി വേറൊരാളെ കല്യാണം കഴിച്ച് വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് മാറാൻ മഞ്ജു വാര്യറിന് കഴിയുകയുമില്ല, താല്പര്യവുമില്ല. അത്രമേൽ ഭീകരമായിട്ടായിരുന്നു മഞ്ജു വാര്യറിനെ ദിലീപ് നോക്കിയിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ അപ്പോൾ വന്നിരുന്നതാണ്. പ്രത്യേകിച്ച് ഇവരുടെ വിവാഹ മോചന സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്ന പല കേസുകളിലൊന്നു തന്നെയായിരുന്നു അത് എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം മഞ്ജു വാര്യർ സിനിമാ ജീവിതത്തിലേക്ക് തിരികെ വരികയും ഇപ്പോൾ തമിഴിലും തെലുങ്കിലുമൊക്കെയായി സൂപ്പർ താരമായി സമയമില്ലാതെ തിരക്കിലാണ് മഞ്ജു വാര്യർ. പക്ഷേ മലയാളത്തിലെ പ്രിയ നടി ഏകദേശം 16 വർഷത്തോളമാണ് വീട്ടിൽ തന്നെ ഇരുന്നത്, ഒരു സിനിമ പോലും ചെയ്യാൻ സാധിക്കാതെ. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ പകരം തീർത്തുകൊണ്ട് കണക്ക് പറഞ്ഞ് രംഗത്തെത്തുക തന്നെയാണ് മഞ്ജു വാര്യർ.